പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയാൻ ദൈവം അനുവദിച്ചു, അനുഗ്രഹിക്കുന്നു. കർത്താവ് നമ്മൾ കഴിഞ്ഞ വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. വെളിപാടിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് 25 എപ്പിസോഡുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. അതിൻ്റെ 26ാമത്തെ ഭാഗം നമ്മൾ 26ാമത്തെ ഭാഗത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. 25ാമത്തെ ഭാഗത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ആർക്കും അങ്ങനെ പെട്ടെന്ന് വെളിപ്പെടാതെ മറഞ്ഞു കിടക്കുന്ന വലിയൊരു രഹസ്യമാണ്. ആ രഹസ്യം ഇപ്രകാരമാണ്. വെളിപാടിൻ്റെ പുസ്തകം 20ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള 6 വരെയുള്ള തിരുവചനങ്ങൾ, അതായത് 1000 വർഷത്തെ ഭരണം നമ്മളത് കേൾക്കുകയുണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് 2 വീഡിയോകൾ ഞാൻ മാറി ചെയ്തു. കാരണം മറ്റ് ചില അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. മറ്റ് 2 എപ്പിസോഡുകൾ അതിന് മുമ്പ് ചെയ്യുകയുണ്ടായി, അതിനുശേഷം ചെയ്യുകയുണ്ടായി. എന്നാൽ നമ്മൾ ഇപ്രാവശ്യം വെളിപാടിൻ്റെ പുസ്തകം, വെളിപാടിൻ്റെ വെളിപ്പെടുത്തൽ 26ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ചതിൻ്റെ ഒരു ബാക്കി ഭാഗത്തൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അതിൻ്റെ കാരണം നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത നിഗൂഢ രഹസ്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തിരുവചനത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ കാലോചിതമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തില്ല എങ്കിൽ നമ്മൾ ചെന്ന് പെട്ടുപോകുന്ന ചില ഘടകങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് വീണ് പോയിട്ട് പിന്നെ എഴുന്നേൽക്കുവാൻ നോക്കുമ്പോൾ എഴുന്നേൽക്കാൻ വയ്യാതെ അതിനകത്ത് ബന്ധനത്തിലായി പോകുന്ന ചില പശ്ചാത്തലങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അതുകൊണ്ടാണ് കർത്താവ് പലപ്പോഴും മുന്നറിയിപ്പുകളായിട്ട് നമുക്കറിയാം. ജെറമ്യാപ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ, ഏശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും താക്കീത് എന്ന് പറഞ്ഞുകൊണ്ട് പോലും പ്രവാചക വരമുള്ള പ്രവാചകന്മാർ സംസാരിച്ചതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാടിൻ്റെ പുസ്തകത്തെ സംബന്ധിച്ചോളം അവസാനം പറയുകയാണ്, ഇനിയും നീ ഇത് മുദ്രിതമായി സൂക്ഷിക്കേണ്ട, എന്നാൽ സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്ന ഭാഗം നമുക്കിവിടെയുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 22ാം അധ്യായം അതിൻ്റെ 10ാം തിരുവചനത്തിൽ പറയാണ്, വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട, എന്നാൽ സമയം എടുത്തിരിക്കുന്നു. ആ വചനത്തെ ആസ്പദമാക്കി നമ്മൾ പറയുമ്പോൾ കാലം എന്ന് പറയുന്നത് കാലത്തെക്കുറിച്ച് പോലുമല്ല പറയുന്നത്. കാലം അടുത്തിരിക്കുന്നു, കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിക്കുവിൻ. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, നിങ്ങൾ ആകാശം ചുമന്നിരിക്കുന്നു, സൂര്യനിന്ന് വല്ലാതെ മൂടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പ്രകൃതിയെക്കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിക്കാൻ നിങ്ങൾ പറ്റാത്ത എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്. എന്നാൽ അതുപോലെ കർത്താവ് പറയുകയാണ്, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അതിൻ്റെ വചനം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ട 1000 വർഷത്തെ ഭരണം. ഈ 1000 വർഷത്തെ ഭരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി 2ാമത്തെ ക്ലാസ്സിൽ എൻ്റെ 1000 വർഷത്തെ ഭരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ കമൻ്റ് ഇട്ടു. ആ കമൻറ്റിനകത്ത് അങ്ങനെയല്ല ബ്രദറെ, 1000 വർഷത്തെ ഭരണം 2033 ശേഷം വീണ്ടും യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നുണ്ട്. ആ യേശു ക്രിസ്തുവിൻ്റെ കൂടെ 1000 വർഷം ഭൂമിയിൽ വളരെ മനോഹരമായ സന്തോഷമായിട്ടുള്ള ജീവിതം നമുക്കുണ്ട്, അതാണ് അതിൻ്റെ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് കമൻറ്റ് ഇട്ടു. അതിൻ്റെ 2ാമത്തെ തെറ്റിനെ തിരുത്തിക്കൊണ്ട് വീണ്ടും ഞാൻ ക്ലാസ് ഇട്ടപ്പോൾ പിന്നീട് അങ്ങനെ ഒരു കമൻറ്റ് കണ്ടില്ല. അപ്പോൾ അതിനർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറുകയും കുറച്ചുകൂടെ ശരിയായ സത്യത്തെക്കുറിച്ച് വിവേചിക്കാൻ അവർക്ക് കർത്താവ് അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ കാരണഭൂതനായി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വചനത്തെ ആസ്പദമാക്കി പറയുമ്പോൾ അത് ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് വെളിപാടിൻ്റെ പുസ്തകം 20ാം അധ്യായത്തിൻ്റെ 7ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ പറഞ്ഞു, എന്നാൽ 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ മോചിതനാകും എന്ന് അത്രയും ഭാഗം വരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചു. ഈ 1000 വർഷം തികയുക എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാണ് 1000 വർഷം തികയുന്നത്? അങ്ങനെ ക്രിസ്തുവിന് ശേഷം 1000 വർഷം കടന്നുപോയി. 2ാമത്തെ 1000 വർഷം ഇനി തികയാൻ 8 വർഷം കൂടിയുണ്ട്. 2025 എന്നാണ് നമ്മൾ പറയുന്നത്. 2033 ആകുമ്പോൾ അത് 2000 വർഷം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തും. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ 1000 വർഷം തികയുമ്പോൾ എന്ന് പറഞ്ഞാൽ 2033 എന്ന വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും. അപ്പോൾ ഈ കാലഘട്ടം വരെ ഈ സാത്താനെ ബന്ധിച്ചിട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. എന്നാൽ അല്പസമയത്തേക്ക് അതിനെ അഴിച്ചു വിടേണ്ടിയിരിക്കുന്നു എന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന വചനം, വെളിപാടിൽ വന്നിരിക്കുന്നത് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ് നിങ്ങൾ ഓർമ്മിക്കണം. അതിനെ ഓർമ്മിച്ച് വെച്ചുകൊണ്ട് പറയാണ് കർത്താവ് പറയാണ്, അല്പസമയത്തേക്ക് അതിനെ അഴിച്ചു വിടേണ്ടിയിരിക്കുന്നു. അങ്ങനെ അഴിച്ചു വിട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഭൂമിയുടെ
4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും. ഗോഗ്, മാഗോഗ് എന്നിവയെ യുദ്ധത്തിനായി അവൻ ഒരുമിച്ച് കൂട്ടും. അപ്പോൾ ഗോഗ് യുദ്ധം, മാഗോഗ് യുദ്ധം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗോഗ് മാഗോഗ് യുദ്ധം, അതായത് എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം സൈനിക നിരയും എതിർ ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത, അതായത് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രങ്ങളും അതിനോട് ചേർന്ന് വരുന്ന രാഷ്ട്രങ്ങളും തമ്മിൽ 2 വൻ മതിൽ പോലെ, 2 വൻ തിരമാല പോലെ, 2 വലിയ സമുദ്രം പോലെ പട്ടാളവുമായിട്ട് അടുത്തടുത്ത് വന്ന് യുദ്ധം ചെയ്യുന്നതിനെ പറ്റിയാണ് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇവിടെ ഒരു രഹസ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ വചനം ഊന്നി പറയുന്നത്. അതായത് ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ അവൻ വഴിതെറ്റിക്കാൻ പുറത്തു വരും. അതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അതിന് വലിയ കാര്യം ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് ഈ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് പഠിക്കാൻ കഴിയുമ്പോൾ, നമുക്കതിനെ ഗ്രഹിക്കാൻ കഴിയുമ്പോൾ, നമുക്കതിനെ അതിൻ്റെ സത്യയെ സ്വാംശീകരിക്കാൻ കഴിയുമ്പോഴാണ് ദൈവം ഇത്രമാത്രമൊക്കെ നിഗൂഢമായിട്ട് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ദൈവം എന്തിനാണ് ഇത്രയും സത്യങ്ങളെ ഇങ്ങനെ ഒളിപ്പിച്ച് രഹസ്യമായിട്ട് എൻ്റെ സത്യയോടുകൂടി എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഭൂമിയുടെ 4 കോണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഇതിനെയാണ് 4 കോണുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഉത്തരാംശം, ദക്ഷിണാംശം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഉത്തര ധ്രുവം, ദക്ഷിണ ധ്രുവം, ഈസ്റ്റ് വെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അത് 4 കോണിൽ, ഈ 4 കോണുകളുടെ ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ 4 കോണുകളെ പറ്റി കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇപ്പോഴേ എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് ഇത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എനിക്കിവിടെ മൊബൈൽ ഫോണിന് ടവറില്ല, ടവറിന് റേഞ്ച് കുറവാണ്. അപ്പോൾ ഐഡിയയുടെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്ന, ഐഡിയയുടെ റേഞ്ച് കുറവാണ്, എൻ്റെ ടവർ കുറേ ദൂരെയാണ്. ഇപ്പോൾ അതിന് ശേഷം ആ ഐഡിയയിൽ നിന്നും ആ ടവറിൽ നിന്നും അതിൻ്റെ സിമ്മൊക്കെ എടുത്ത് മാറ്റി ജിയോ ഫോണിലേക്ക് വന്നു. ജിയോയ്ക്ക് ഇവിടെ കുറച്ചുകൂടി ടവർ റേഞ്ച് ഉണ്ട്, ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെൻ്റെ മൊബൈൽ കടയൊക്കെ ചോദിച്ച് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് ഇതെടുത്താൽ മതി പറഞ്ഞു. ജിയോ ഫോൺ എടുത്തിട്ടും നമുക്ക് അത്യാവശ്യം കോൾ ചെയ്യാനൊക്കെ സാധിക്കുമെങ്കിലും ഒരു പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ വന്നപ്പോൾ ആണ് അവർ പറഞ്ഞ് വൈഫൈ വെക്കണം, വൈഫൈക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന് മാസം 500 രൂപ മുടക്ക് വരും, അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ ഒരു 5000 രൂപ അയച്ചു തരികയും അങ്ങനെ ഇത് തുടങ്ങാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് ഇത് പറ്റില്ല. അപ്പോൾ ഭൂമിയുടെ ചില ഭാഗങ്ങളിൽ, ഭൂമിയുടെ ചില കോണുകളിൽ ഇപ്പോഴും റേഞ്ചുകളില്ലാത്ത സ്ഥലവും, അതായത് ഇൻ്റർനെറ്റിൻ്റെ സംവിധാനങ്ങൾ ശരിയായിട്ട് കിട്ടാത്ത സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അത് ടവറിൻ്റെ സംവിധാനം ഉള്ളിടത്ത് മാത്രമേ ഇത് കൃത്യമായിട്ട് കിട്ടുള്ളൂ, നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ഇലോൺ മസ്കും അമേരിക്കൻ രാഷ്ട്രമൊക്കെ പറയുകയാണ്, ഇലോൺ മസ്കിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അദ്ദേഹം പറയുകയാണ്, സാറ്റലൈറ്റ് മുകളിലിരിക്കുന്ന ആ ഉപഗ്രഹത്തിൽ നിന്നും ഭൂമിയുടെ ഏത് ഭാഗത്തേക്കും ടവറുകളില്ലാതെ നേരിട്ട് നമുക്ക് മൊബൈൽ ഫോണിൽ കണക്ഷൻ കിട്ടും. അപ്പോൾ അതിന് ടവറിൻ്റെ സംവിധാനത്തിന് ആവശ്യമില്ല. അങ്ങനെ ഒരു സംവിധാനം അവർ ഇപ്പോൾ അവിടുത്തെ ആ ശാസ്ത്ര സാങ്കേതിക സംവിധാനമുള്ളവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയാണ്, ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരുമെന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? ഈ ഭൂമിയുടെ 4 കോണിലും ഇപ്പോൾ ഇരിക്കുന്ന പലയിടത്തും പല സംവിധാനങ്ങളും ഇല്ല, പല സംവിധാനങ്ങൾ കേൾക്കാതെ വരുമ്പോൾ ഇനി പ്രക്ഷേപണം ചെയ്യാനിരിക്കുന്ന, ഇനി പുതിയതായിട്ട് ബഹിരാകാശത്തു നിന്ന് വരുന്ന പരിപാടികൾ, പുതിയ പല പരിപാടികളും, പ്രത്യേകിച്ചും എയർ റോബോട്ട് മുഖേനയുള്ള വലിയ പരിപാടികൾ, പ്രോഗ്രാമുകൾ, അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്വതം കോമരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഇനിയും പുതിയതായിട്ട് വരാനിരിക്കുമ്പോൾ ഈ റേഞ്ചുകൾ ഇല്ലാത്ത സ്ഥലത്ത് ഇത് കിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ കത്തോലിക്ക സഭയിലെ ഒരുപാട് ജനങ്ങൾ ഇൻ്റർനെറ്റ് വേണ്ടാന്ന് വെക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഒരുങ്ങുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടം ഇപ്പോഴും ഓൾറെഡി നിലവിലുണ്ട്. അതുപോലെ തന്നെ ഇത് കൂടി വരും. അപ്പോൾ ആൾക്കാർ പരമാവധി വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി കർത്താവായ യേശുവിനോട് ചേരാൻ വേണ്ടി പല മീഡിയകളും പല സംവിധാനങ്ങളും ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിച്ച് വന്നു കഴിയുമ്പോൾ എന്തു സംഭവിക്കും ചോദിച്ചാൽ, ഭൂമിയുടെ പല കോണുകളിലും ഇത്തരം പരിപാടികൾ എത്തുകയില്ല, എത്തിയാൽ തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അവിടെ ദൈവമായ കർത്താവ് പറയാണ്, ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ, ഭൂമിയുടെ 4 കോണുകളിലെ ജനതകളെ വഴിതെറ്റിക്കാൻ, അതായത് ഇപ്പോൾ ഭൂമിയുടെ 4 കോണുകളിലും സഭയോട് ചേർന്ന് വരുന്ന സംവിധാനങ്ങളും, കത്തോലിക്ക സഭയും ബൈബിളും കൂദാശകളും കുർബാനകളും വൈദികരും എല്ലാം ഇപ്പോഴുണ്ട്. ഇപ്പോൾ ഈ സംവിധാനങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഇത് ഭൂമിയുടെ 4 കോണുകളിൽ നിന്നും അപ്രത്യക്ഷമാവുകയോ ഇല്ലാതെയോ ചുരുങ്ങുകയോ കുറവ് വരികയോ ചെയ്യും. അങ്ങനെ വരുമ്പോൾ
അവരെ വഴിതെറ്റിക്കാൻ എളുപ്പമുള്ളൊരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞ പുതിയ സാങ്കേതികവിദ്യ. ഈ പുതിയ സാങ്കേതികവിദ്യ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് ഇതാണ്. അത് ഒരു പ്രാവശ്യം യൂട്യൂബ് ചാനലിൽ നമ്മൾ കേട്ടതാണ്. ഇനി ഗവൺമെൻറ്റുകളുടെ അംഗീകാരമില്ലാതെ ഇഷ്ടമുള്ള പ്രോഗ്രാമുകൾ, ഇഷ്ടമുള്ള പരിപാടികൾ അതിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സംവിധാനം കൈയാളുന്ന വ്യക്തിക്ക് ലോകത്തോട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വ്യക്തി തീരുമാനിക്കുകയാണ്, ഞാൻ സ്വന്തമായിട്ടൊരു പ്രോഗ്രാം തയ്യാർ ചെയ്ത് ഈ സാറ്റലൈറ്റ് കയറ്റിവിടുന്നു. അത് വ്യക്തിപരമായിട്ട്, അത് ഗവൺമെൻറ്റുകൾ അറിയുന്നില്ല, ഭൂമിയിൽ ആരും അറിയുന്നില്ല. ഞാനും ഈ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും അല്ലെങ്കിൽ മൊബൈൽ ഫോണും മാത്രമേ അറിയുള്ളൂ. ഭൂമിയിൽ ആർക്കും ഞാൻ എന്ത് പരിപാടിയാണ് കാണുന്നത്, എന്ത് പരിപാടികളാണ് കേൾക്കുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റുകയില്ല. ഇനി അത് ഡിലീറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഞാൻ കണ്ടതും കേട്ടതുമായിട്ട് തെളിവ് പോലും ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ കർത്താവ് പറയുന്നത് ഭൂമിയുടെ 4 കോണിലുമുള്ള ജനതകളെ എന്ന് കർത്താവ് പറയുമ്പോൾ ആ ജനതകൾ എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ ജനത ഇസ്രായേൽ ജനമാണ്. രണ്ടാമത്തെ ജനത കത്തോലിക്ക സഭയാണ്. മൂന്നാമത്തെ ജനത എന്ന് പറയുന്നത് ഇനിയും വിശുദ്ധി പ്രാപിക്കാൻ ശ്രദ്ധിക്കുകയും യേശുക്രിസ്തുവിലേക്ക് സുവിശേഷം കേട്ട് യേശുവിലേക്ക് വരികയും യേശുവിനെ രക്ഷിതാവും ദൈവവും കർത്താവുമായിട്ട് അംഗീകരിക്കുകയും സർവശക്തനായ ക്രിസ്തുവിനെ പരിപൂർണ ദൈവമായിട്ട് കണ്ടുകൊണ്ട് കൂടുതൽ ആളുകൾ ലോകത്തിൻ്റെ 4 കോണുകളിൽ നിന്നും യേശുവിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന സംഭവം ഉണ്ടാകുമ്പോൾ അവരെ കൂടി വഴിതെറ്റിക്കുന്നതിന് എന്ന് പറഞ്ഞാൽ, വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു ക്രിസ്തുവാണ് വഴി. യേശുവിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നതിന്, യേശുവിൽ നിന്നും മാറ്റുന്നതിന്, യേശു ക്രിസ്തുവിൽ നിന്നും അടർത്തി മാറ്റുന്നതിന്, വ്യക്തിപരമായി നിഗൂഢമായി ഒരു വ്യക്തിയെ നശിപ്പിക്കണമെങ്കിൽ നശിപ്പിക്കുന്നതിന് പറ്റിയൊരു സംവിധാനം ഇനി വരാൻ പോവുകയാണ്. അതാണ് ഭൂമിയുടെ 4 കോണുകളിലുള്ള ജനതകളെ അവൻ വഴിതെറ്റിക്കാൻ പുറത്തു വരും. അങ്ങനെ പുറത്തു വരുമ്പോൾ വഴിതെറ്റും, മനുഷ്യരെ വഴിതെറ്റും. വഴിതെറ്റുന്ന മനുഷ്യരെ തൻ്റെ ഗണത്തോട്, ഗോഗിനോട് ചേർക്കുന്നു, മാഗോഗിനോട് ചേർക്കുന്നു. അങ്ങനെ ലോകത്തെ ജനം മൊത്തം 2 ചേരിയായി നിന്ന് ഗോഗ് മാഗോഗായി രൂപാന്തരപ്പെടുന്നു. അങ്ങനെ രൂപാന്തരപ്പെടുന്ന ആ സാഹചര്യം എപ്പോഴാണ്? അത് ഈ 2027 മുതലുള്ള കാലഘട്ടമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് ഈ 1000 വർഷം തികയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഈ 1000 വർഷം എപ്പോഴാണ് തികയുന്നത്? 1000 വർഷം തികയുന്നത് 2033 ഡിസംബർ 31 തീയതി 2000 പൂർത്തിയാവും. പിന്നീട് ഒരു 45 ദിവസമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ 1290 ദിവസം ഉണ്ടായിരിക്കും. 1290 ദിവസം കഴിഞ്ഞ ശേഷം അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വർഷങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല. അതൊരു നിശ്ചിത സമയമാണ്. ഒരു നിശ്ചിത സമയം എന്ന് പറയുന്നത് നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ വരുന്നൊരു സമയം. ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12 മാസമേ ഉള്ളൂ. ആ 12 മാസത്തിനുള്ളിൽ വരുന്ന സമയം ഏതോ ആ സമയം. ആ സമയത്തിനകത്ത് എപ്പോൾ വേണമെങ്കിലും എന്തു സംഭവിക്കാം. ആ 12 മാസം 13ാമത്തെ മാസം വരുന്നില്ല, 15ാമത്തെ മാസം വരുന്നില്ല. അപ്പോൾ അത് സമയങ്ങളും സമയത്തിന് പോയെന്ന് പറയുമ്പോൾ 3.5 വർഷമാണ്. ആ 3.5 വർഷത്തിലെ ആ സംഭവമാണ് കർത്താവ് പറയുന്നത് ഗോഗ് മാഗോഗ് യുദ്ധം. അത് രൂപപ്പെടുന്നത് 2033 ഡിസംബർ 31 ശേഷം വരുന്ന 45 ദിവസമാണ്. അതുകൊണ്ടാണ് 1290 ദിവസം ഉറച്ചു വയ്ക്കുന്ന ഭാഗ്യമാണ്, 1335 ദിവസം ഉറച്ചു വയ്ക്കുന്നതിന് ഭാഗ്യമാണ്. അപ്പോൾ 1090 പ്ലസ് 45 സമയം 1335. 2033 ശേഷം പിന്നെ വരുന്ന 45 ദിവസമാണ് 1335 എന്ന് പറയുന്നത്. അപ്പോൾ 2033 ശേഷം ഈ സാത്താൻ പുറത്തു വരും എന്ന് കർത്താവ് പറയണം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവൻ ചെയ്യുന്നത് യുദ്ധത്തിനായി ജനത്തെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ യുദ്ധത്തിനായിട്ട് ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി ഇപ്പോഴേ അതിൻ്റെ സംവിധാനങ്ങൾ തുടക്കമിട്ട് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഗോഗമാഗോ യുദ്ധം രൂപപ്പെട്ട് കഴിഞ്ഞു. ഇനി അതൊരു നിശ്ചിത സമയമാകുമ്പോൾ അടുത്ത് വന്നാൽ മതി, യുദ്ധം ആരംഭിച്ചാൽ മതി. അത്രമാത്രം ക്രമീകരണങ്ങൾ ഇപ്പോൾ നടത്തിയാണ്. അതാണ് ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ രാഷ്ട്രങ്ങളിലും നീതിപൂർവ്വം ജീവിച്ചിരുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ, അമേരിക്കൻ രാഷ്ട്രങ്ങളിൽ, ഇന്ത്യയിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കൊലപാതകങ്ങൾ, ചില പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ടവരുടെ ധ്രുവീകരണങ്ങൾ, ചില പ്രത്യേക മതത്തിൻ്റെ തത്വസംഹിതകൾ, അതിനെതിരെ സംസാരിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകുന്നതിന് കാരണം ഈ ഗോഗമാഗോ യുദ്ധത്തിൻ്റെ ഒരുക്കമാണ്. ആ ഒരുക്കത്തിന് വേണ്ടി ജനത്തെ ക്രമീകരിച്ചെടുക്കുന്ന സംഭവം ഇപ്പോൾ ലോകത്ത് നടക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് അവയെ ഗോഗ് മാഗോഗ് എന്നിവയെ യുദ്ധത്തിനായി അവർ ഒരുമിച്ച് വിടും. അവരുടെ സംഖ്യ കടൽപ്പുറത്തെ മണൽത്തരിയോളമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സമുദ്രം പോലെയാണ്. അത് കോടാനുകോടിയല്ല, കോടിക്കണക്കിന് വരുന്ന പട്ടാളത്തിൻ്റെ വ്യൂഹം, ഒരു സൈഡിൽ മറ്റിപ്പുറത്ത് വ്യൂഹം, അങ്ങനെ വരും. അവൻ കടത്തീർത്ത മണൽത്തരി പോലെയായിരിക്കും. അവർ ഭൂതലത്തിൽ
കയറി വന്ന് വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും വളഞ്ഞു. അതേതാണ്? അത് ഇസ്രായേൽ. ഇനി പുതുതായിട്ട് നിർമ്മിക്കപ്പെടുന്ന ജെറുസലേം ദേവാലയം ആ ജെറുസലേം ദേവാലയത്തിൽ ചേർന്ന് വരുന്ന ജെറുസലേമിനെയാണ് കാരണം വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും. വിശുദ്ധരുടെ പാളയം എന്ന് പറയുന്നത് കയറി വന്ന് വിശുദ്ധരുടെ പാളയം എന്ന് പറയുന്നതാണ് ജെറുസലേം ദേവാലയമായിട്ട് വരുന്ന ആ പാളയം. പ്രിയപ്പെട്ട പട്ടണം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ ജെറുസലേം ദേവാലയവും അതോടനുബന്ധിച്ച് വരുന്ന ആ ജെറുസലേം പ്രദേശങ്ങളും. എന്നാൽ അവൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ വിഴുങ്ങി. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വലിയൊരു ആണവായുധം, ഒരു അഗ്നിഗോളം ഇറക്കി അവരെ കുറേ പേരെ വിഴുങ്ങിക്കളയും, എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയും. അവരെ വിഴുങ്ങി. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചനും വസിച്ചിരുന്ന ഗന്ധ തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ രാപകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. അപ്പോൾ അവർക്ക് ഇങ്ങനെ വരുന്നവരെ നിത്യകാലത്തേക്ക് പീഡിപ്പിക്കാൻ വേണ്ടി ഒരു കർത്താവ് ഉണ്ടാക്കുന്ന ആ ഗന്ധക തടാകം അവിടെ രൂപം പ്രാപിക്കുമെന്നും അവിടെ അതോടുകൂടി അവരുടെ കുറേ വ്യാജപ്രവാചകനും പിശാചും ഈ ഗന്ധ തടാകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യുമെന്ന് കർത്താവ് പറയുന്ന സംഭവമാണ് ഈ 2033 ശേഷം വരുന്ന കാലഘട്ടം. അപ്പോൾ അവിടെ ഇതാണ് അതിൻ്റെ ശരിയായ ഒരു 2020 വെളിപാട് ഗ്രന്ഥം 20-ാം അധ്യായം അതിൻ്റെ സാത്താനിലേക്ക് ലഭിച്ച ശിക്ഷയും 1000 വർഷത്തെ ഭരണത്തെ സംബന്ധിക്കുന്ന സംക്ഷിപ്തമായ ഒരു വിവരണവും അതിൻ്റെ യഥാർത്ഥ ക്ലാസ്സും അതാണ്. അപ്പോൾ കർത്താവ് കാലാകാലങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ നിഗൂഢാർത്ഥങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൽ നിക്ഷിപ്തമായിരിക്കുന്ന രഹസ്യങ്ങളെ നമുക്ക് വിലയിരുത്തിക്കൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിനുള്ള പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ 2025 എന്ന ഡേറ്റിൽ നമ്മൾ എത്തിപ്പെട്ട് നിൽക്കുമ്പോൾ 2033 എന്ന കാലഘട്ടം യുഗം അവസാനിക്കുകയാണെന്നും അന്ന് ആ രണ്ടാമത്തെ 1000 വർഷം പൂർത്തിയാകാൻ പോവുകയാണെന്നും ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇത് കർത്താവ് ബൈബിളിൽ എഴുതിപ്പെട്ടിരിക്കുന്നതെന്നും വിശുദ്ധത്തിൽ എഴുതിപ്പെട്ടിരിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവസാന വിധി ഇനി ഇങ്ങോട്ട് നമ്മൾ പോകുന്നത് ഇത്രയും സംഭവിച്ച് കടന്നു കഴിയുമ്പോൾ ലോകം അതിൻ്റെ അന്ത്യവിധിയിലേക്ക് അടുക്കുന്ന അവസരത്തിലേക്ക് ഇതുപോലെ വലിയ ഭീകരമായ യുദ്ധം വരുമ്പോൾ, വലിയ ആണവ യുദ്ധങ്ങൾ വരുമ്പോൾ, ലോകം അന്തിമ യുദ്ധത്തിലേക്ക് പ്രവേശിച്ച് ഗോഗ് യുദ്ധം വരുമ്പോൾ ആ ഗോഗ് യുദ്ധത്തിൻ്റെ അന്തിമ ഘട്ടത്തിൽ നടക്കുന്ന അവസാന ഘട്ടത്തിൽ നടക്കുന്ന പിന്നീട് വിധിയാണ്, ദൈവത്തിൻ്റെ വിധിയാണ്. അത് വെളിപാട് പുസ്തകം 20-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നൊരു വചനം ഇങ്ങനെയാണ്: അവസാന വിധി എന്ന് എഴുതി വെച്ചിട്ടുള്ളവരാണ്. ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു. ഇവിടെയാണ് ഈ ഗോഗ് യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഈ ഗോഗ് യുദ്ധത്തിൻ്റെ അവസാന ഘട്ടം, അതായത് ഗോഗ് യുദ്ധത്തിന് മുമ്പ് നടക്കുന്ന ആണവ യുദ്ധങ്ങളോ ഭൂമിയിലെ യുദ്ധങ്ങളോ 7 വർഷത്തെ യുദ്ധങ്ങളിലോ ഒന്നും ഒരു സംഭവം നടക്കാതെ ഏറ്റവും വലിയ സംഭവം നടക്കുന്നത് ഈ പ്രപഞ്ചത്തിന് മനുഷ്യന് ഇപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള തിരുവചനത്തിൽ ഇപ്പോഴും അന്തർലീനമായിരിക്കുന്ന വചനത്തിൻ്റെ നിഗൂഢ രഹസ്യം മനസ്സിലാക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ വചനം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഊട്ടിയകുന്നു എന്നുള്ളതാണ്. ഭൂമിയും ആകാശവും ഊട്ടിയകുന്നു, അവയ്ക്കൊരു സങ്കേതവും ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ആണവ ആയുധങ്ങൾ പൊട്ടിത്തെറിച്ച് ഭൂമി അഗ്നിഗോളമാകുമ്പോൾ ആകാശത്തും ഇത് സംഭവിക്കുന്നുണ്ട്. ആകാശത്തും ആണവ ആയുധങ്ങൾ പൊട്ടുന്നു. അപ്പോൾ ആകാശം അപ്രത്യക്ഷമാകുന്നു, ആകാശം തീയാൽ ബന്ധു നശിക്കുന്നു, ചൂട് കൂടുതൽ കാരണം വായു മുഴുവൻ അഗ്നിയായിട്ട് മാറുന്നു. ആ സാഹചര്യത്തിൽ ചന്ദ്രനില്ലാതെ ആകുന്നു, സൂര്യന് ഇരുണ്ടു പോകുന്നു, സൂര്യൻ ഇല്ലാതെയാകുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവൻ്റെ സന്നിധിയിൽ നിന്ന് സർവശക്തനായ പിതാവായ ദൈവം അല്ലെങ്കിൽ ത്രിത്വൈക ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിയാകുന്നു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഇല്ലാതെയാകുന്നു എന്നാണ് അർത്ഥം. അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം. അതിൻ്റെ കാരണം എന്താണ്? ഈ ഗോഗ് യുദ്ധത്തിൻ്റെ അന്ത്യത്തിൽ ലോകത്തുള്ള മുഴുവൻ ആണവ ആയുധങ്ങളും ഒറ്റ ദിവസം ഒറ്റ സെക്കൻഡിൽ പൊട്ടിത്തെറിക്കും. അതങ്ങനെ ഭീമാകാരമായ വലിയൊരു സ്ഫോടനം നടക്കുകയും ആ സ്ഫോടനത്തിൻ്റെ അവസാനത്തിൽ എന്തു സംഭവിക്കും? ഭൂമി മുഴുവൻ തീയായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവൻ്റെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമി ഓടുന്നു, അവയ്ക്കൊരു സങ്കേതവും ലഭിച്ചില്ല. അപ്പോൾ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ ഇതൊരു ത്രികോണം പോലെയാണ് കിടക്കുന്നത്. ഈ ത്രിത്വം പോലെ കിടക്കുന്ന ത്രികോണം പോലെ കിടക്കുന്ന ഈ 3 സംഭവങ്ങളും ഇല്ലാതെയായാൽ ബാക്കി കിടക്കുന്ന സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾക്ക് മുഴുവനും ഒരു സങ്കേതവും ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമുക്കറിയാം ക്ഷീരപഥം അഥവാ സൗരയൂഥത്തിൽ യഥാസ്ഥാനത്ത് യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ചൊവ്വ, ബുധൻ, ശുക്രൻ അങ്ങനെ എല്ലാ ഗ്രഹങ്ങളും ഒരു നിശ്ചിത ആകൃതിയിൽ കറങ്ങുകയും ഒരു നിശ്ചിത സൗരയൂഥത്തിൽ ഒരേപോലെ സ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. എന്നാൽ
പിന്നീട് എന്ത് സംഭവിക്കും? ഇവയ്ക്കൊരു സങ്കേതവും ലഭിക്കാത്ത വിധം ഇത് പുറകോട്ട് അതിൻ്റെ ഒരു സങ്കേതം ലഭിക്കും, ദൂരേക്ക് ഇത് അകന്നു പോകും. അതിൽ തന്നെ ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി പ്രപഞ്ചത്തിൽ വലിയ സ്ഫോടനങ്ങൾ നടക്കുകയും പ്രപഞ്ചം എന്ന സത്യം ഇല്ലാതാവുകയും ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അവയ്ക്ക് സങ്കേതം ലഭിച്ചില്ല. മരിച്ചവരെല്ലാം വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. തന്നിലുണ്ടായിരുന്നവരെല്ലാം സമുദ്രവും വിട്ടുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു. അവരെല്ലാവരും താങ്കളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നി തടാകം. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. പ്രിയപ്പെട്ട ഈ അവസാന വിധിയിൽ ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ പ്രപഞ്ചം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്ത് പ്രപഞ്ചം ഇല്ലാതെയാകുന്ന സമയത്താണ് കർത്താവിൻ്റെ വിധി വരുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ അന്തിമമായ വിധി. മരിച്ചവരെ ഉയർപ്പിക്കുന്നു. ജീവന്റെ ഗ്രന്ഥം തുറക്കപ്പെട്ടു. അവയ്ക്കൊരു സംഗതി ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരും ചെറിയവരും വലിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. സർവശക്തനായ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ, സ്വർഗത്തിന് മുമ്പിൽ ദൈവം മനുഷ്യനെ നിർത്തുകയും ജീവന്റെ ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ഏതാണ് ആ മറ്റൊരു ഗ്രന്ഥം? ജീവന്റെ ഗ്രന്ഥവും മറ്റൊരു ഗ്രന്ഥം. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. വെളിപാടിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ട് എന്താണ്? അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിപ്പിച്ചതുമായ ജീവന്റെ ഗ്രന്ഥം. അകത്തെഴുതിപ്പെട്ടതാണ് സ്വർഗം, പുറത്തെഴുതപ്പെട്ടതാണ് ബൈബിൾ. ബൈബിൾ അല്ലെങ്കിൽ ഭൂമിയിലെ സുവിശേഷം. ഈ ബൈബിളിൽ എഴുതപ്പെട്ട എല്ലാ കാര്യങ്ങളും പുറത്തെഴുതപ്പെട്ടതാണ്. അകത്തെഴുതപ്പെട്ടതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തോന്നിയ അല്ലെങ്കിൽ അവർ പഠിച്ച അവരുടെ ഹൃദയത്തിൽ സംഭവിച്ച ആ കാര്യങ്ങൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടു. അതിൻ്റെ പുറത്തെഴുതപ്പെട്ടാണ് ബൈബിൾ. അപ്പോൾ കർത്താവ് പറയുന്നത്, ഒന്ന് സ്വർഗത്തിലെ ഗ്രന്ഥവും മറ്റൊന്ന് ജീവന്റെ ഗ്രന്ഥവും. ജീവന്റെ ഗ്രന്ഥം എന്ന് പറയുന്നതാണ് ഭൂമിയിലെ നമ്മുടെ പ്രവൃത്തികൾ, സത്പ്രവൃത്തികളാൽ നിയമിതമായി നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തപ്പെട്ട എല്ലാ നന്മ പ്രവൃത്തികളും എഴുതപ്പെട്ടതാണ് ജീവന്റെ ഗ്രന്ഥം. അത് ആ ജീവന്റെ ഗ്രന്ഥം നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ നന്മ പ്രവൃത്തികളുടെയും എഴുത്ത് സ്വർഗത്തിൽ അതാത് സമയം എഴുതി വെക്കും. അത് ജീവന്റെ ഗ്രന്ഥമായിട്ട് തുറക്കപ്പെടും. കർത്താവ് മൃത്യുവും പാതാളം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. മൃത്യു, മരണം, പാതാളം അഗ്നി തടാകത്തിലേക്ക്. പാതാളം എന്ന് പറയുന്നത് നരകവും പാതാളം കൂടെ ഒന്നായി അഗ്നി തടാകം. അത് ഭൂമി മൊത്തം ഒരു അഗ്നി തടാകമായിട്ട് മാറും. അത് പിന്നെ സൂര്യൻ ജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനെ പോലെ ഭൂമിയിലെ ഈ പൊട്ടിത്തെറിച്ച മുഴുവൻ അണുവായുധങ്ങളും എന്നേക്കും വലിയൊരു അഗ്നി തടാകമായിട്ട് ഒരിക്കലും നശിക്കുന്നില്ല. ഇത് 2, 4, 6, 8, 10 പറഞ്ഞതിൻ്റെ ആണവ സ്ഫോടനം വീണ്ടും നടന്നുകൊണ്ടിരിക്കും. കാലാകാലങ്ങളോട് നടന്നുകൊണ്ടിരിക്കും. ലോകമുള്ളിടത്തോളം കാലമല്ല, പിന്നീട് വർഷങ്ങളോ ദിവസമോ തീയതിയോ ഒന്നുമില്ല. സൂര്യൻ ചന്ദ്രനും അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ പിന്നെ എന്നേക്കുമെന്ന സത്യമാണ്. അവിടെ സൂര്യൻ ഉദിക്കുന്നില്ല, സൂര്യൻ അസ്തമിക്കുന്നില്ല, ഋതുഭേദങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളില്ലാത്തതിനാൽ എന്നും ഈ തീ അങ്ങനെ തന്നെ നിലനിൽക്കും. അതുകൊണ്ടാണ് എന്നേക്കുമുള്ള അഗ്നി തടാകം. മൃത്യുവിനെയും പാതാളത്തെയും നരകത്തെയും എല്ലാം കൂടെ പാതാളമാകുന്ന അഗ്നി തടാകത്തിലേക്ക് സർവശക്തനായ ദൈവം ഈ കാലാകാലങ്ങളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ മനുഷ്യന് ജന്മം കൊടുത്ത് മനുഷ്യനെ സ്വന്തം ഛായയിലും രൂപത്തിലും സാധിച്ചും സൃഷ്ടിച്ച് അവന് ഇണയും തുണയുമായി സ്ത്രീയും പുരുഷനെയും നൽകി ഈ ഭൂമിയിലെ ഭക്ഷണവും സസ്യലതാദികളും ഫലമൂലങ്ങളും ഭക്ഷിച്ച് സന്തോഷത്തോടെ കർത്താവായ ദൈവത്തിന് മഹത്വം പറഞ്ഞ് ജീവിക്കേണ്ട മനുഷ്യൻ തിന്മ ചെയ്യുകയും സാത്താൻ്റെ കൂടെ പോവുകയും ചെയ്ത് ഈ കാലാകാലം ഇത്ര യുഗാന്തങ്ങളായിട്ട് വന്ന ഈ കാണിച്ചു കൂട്ടി എല്ലാ കൊള്ളരുതായ്മയ്ക്കും തിന്മയ്ക്കും കൊലപാതകത്തിനും വ്യഭിചാരത്തിനും അശുദ്ധിയുടെ എല്ലാ മ്ലേച്ഛതകൾക്കും സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് വയ്ക്കുന്ന അന്തിമ ദിവസവും അവസാന ദിവസവും എന്ന് പറയുന്നത് ഈ 2033 ശേഷം 45 ദിവസം കൂടെ കഴിഞ്ഞ് 2034 ഫെബ്രുവരി 15 ഈ സംഭവം നടക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനങ്ങൾ. അവിടെ കർത്താവ് പറയാണ്, മൃത്യുവിനെയും പാതാളത്തെയും കർത്താവ് ഈ അഗ്നി തടാകത്തിലേക്ക് എറിയുന്ന അവസ്ഥ വലിയ സംഭവമാണ് പ്രിയപ്പെട്ടത്. ഇത് മനുഷ്യബുദ്ധിക്ക് ചിന്തിച്ചാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഇതൊക്കെ കേൾക്കാൻ കൊള്ളാവുന്ന ചില കാര്യങ്ങളെന്നുള്ള നിലയ്ക്ക് നമുക്കിതിനപ്പുറത്തേക്കൊന്നും ഭാവനയെ കാണാൻ പോലും പറ്റിയില്ല. സൂര്യൻ ഇല്ലാണ്ടാകുമെന്നോ, സൂര്യൻ കത്തിപ്പോകുമെന്നോ, ഭൂമി കത്തിച്ചാമ്പലാവുന്നോ, അതൊക്കെ ഇതെല്ലാം ഒരു വിട്ടിത്തത്തിൻ്റെ ഭാഗമായിട്ട് ആരോ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തോന്നിയുള്ളൂ. എന്നാൽ ആണവ സ്ഫോടനം ആരംഭിച്ചാൽ, അതങ്ങ് തുടങ്ങിയാൽ പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് മനുഷ്യൻ ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അത്രമാത്രം ഭീകരവും ഭയാനകവുമായിരിക്കും. അതുകൊണ്ടാണ് ആണവ യുദ്ധത്തിന് മനുഷ്യൻ പെട്ടെന്ന് തയ്യാറാകാത്തത്. എന്നാൽ
കാരണം ജെറുസലേമിൽ ദേവാലയത്തിൻ്റെ പണിയോട് കൂടി ഈ സംഭവം ആരംഭിക്കുമെന്ന് സക്കറിയ പറയുന്ന പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. നമുക്ക് അതിനുശേഷം വരുന്നത് പുതിയ ആകാശം പുതിയ ഭൂമിയാണ്. എന്താണ് പുതിയ ആകാശത്തിൻ്റെ പ്രത്യേകത, പുതിയ ഭൂമിയുടെ പ്രത്യേകത എന്താണ്? അതിന് വലിയ പ്രത്യേകതയുണ്ട്. മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ അനേകം നിഗൂഢ രഹസ്യങ്ങൾ, അനേകം സത്യങ്ങൾ, അനേകം നമ്മൾ മനസ്സിലാക്കിയാൽ, നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയാലൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പതുക്കെ മനസ്സിലാക്കി വന്നാൽ നമ്മുടെ കണ്ണുകൾ വിടർന്നു പോകും. അത്ഭുതങ്ങളും അടയാളങ്ങളും അത്രമാത്രം സ്വർഗീയ മഹത്വം നിറഞ്ഞതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. അങ്ങോട്ടാണ് ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവ് തരുന്നത്. സ്വർഗീയ ജീവിതമാണ്, സ്വർഗത്തിലെ ആകാശമാണ്, സ്വർഗത്തിലെ ഭൂമിയാണ്, പുതിയ സംവിധാനം. പഴയത് കടന്നുപോയത് കർത്താവ് പറയുന്നത്, ഇതാ പഴയതെല്ലാം കടന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുകയാണ്. പിന്നെ വരുന്നത് പുതിയതാണ്. ആ പുതിയതിന് ചില പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകതയാണ് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ സ്വർഗീയ ജെറുസലേം, സ്വർഗീയ മഹത്വമൊക്കെ വരുന്നു പ്രിയപ്പെട്ടവരെ. അതിനാൽ നമ്മൾ ഇന്ന് വെളിപ്പെടുത്തൽ എന്ന ഭാഗത്തിൽ 26-ാം ഭാഗം നമ്മൾ പഠിച്ചുകൊണ്ട് കർത്താവായ ദൈവത്തിന് നന്ദി പറയുന്നു. അതിനാൽ നമ്മുടെ ഈ ഒരുക്കത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സഭ, നമ്മൾ വിശ്വസിക്കുന്ന കത്തോലിക്ക സഭയും നമ്മുടെ വിശ്വാസവും വിശുദ്ധിയുമെല്ലാം ഒരുപാട് ഇല്ലാതെയാകുന്ന അവസ്ഥ. അസത്യത്തെ കൂടുതൽ കാണുകയും അസത്യത്തെ കൂടുതൽ കേൾക്കുകയും വലിയ മ്ലേച്ഛതകളെ മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ വിശ്വസിച്ചിരുന്ന പല സത്യങ്ങളും ഇപ്പോൾ അസത്യമായിട്ട് നമ്മൾ കണ്ടിരുന്ന പലതും സത്യമായിട്ടും തോന്നിക്കുന്ന മിഥ്യയുടെ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം എടുത്തു മാറ്റപ്പെടുകയാണ്. അത്ര വലിയ ഒരു ആഗോള തലത്തിലെ ലോക ചരിത്രത്തിൽ തന്നെ വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെട്ട ഒരു തലമുറ രൂപപ്പെട്ട് അതിൻ്റെ വലിയ ദുരന്തങ്ങൾ ഭൂമി അനുഭവിക്കുന്നത് കണ്ടുകൊണ്ട് വേണം ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ. ഇവിടെയാണ് വെളിപാട് പുസ്തകം, ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, എപ്പോഴും പറഞ്ഞൊരു വചനമാണ്. വെളിപാട് 22:14 ജീവന്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴി വിശദീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്കികൾ അവയവങ്ങൾ ഇന്ദ്രിയങ്ങൾ. നമ്മുടെ ഇന്ദ്രിയങ്ങളെ എത്രമാത്രം കാത്തു സൂക്ഷിക്കണം, എത്രമാത്രം വിശുദ്ധിയിൽ സംരക്ഷിക്കണം, എത്രമാത്രം ശ്രദ്ധാലുക്കളായിരിക്കണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ. നമ്മൾ ഇന്ദ്രിയങ്ങളെ കൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അശുദ്ധിയും മ്ലേച്ഛതയും ഒറ്റ കാരണവശാലും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരരുത്. അത് വലിയ മറ സൃഷ്ടിക്കും, വലിയ മഞ്ഞുമറ സൃഷ്ടിക്കും, വലിയ നിരാശ നമ്മളിൽ കൊണ്ടുവരും, വലിയ വിശ്വാസച്യുതി നമ്മുടെ ഹൃദയത്തിൽ തോന്നും. നമുക്ക് സഭയോടോ ദൈവത്തോടോ താല്പര്യം തോന്നാത്ത അവസ്ഥ വരും. നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ സ്നേഹമില്ലാത്ത അവസ്ഥ വരും. സമൂഹത്തിലുള്ള ധാർമ്മിക മൂല്യം നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് സമൂഹത്തിലെ സത്യവും നീതിയും മനസ്സിലാകാതെ വരും. നീതിക്ക് വേണ്ടി നിലനിൽക്കാൻ നമുക്ക് ധൈര്യമില്ലാതെ വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ അശുദ്ധിയുടെയും അസ്വസ്ഥയുടെയും പൈശാചിക ദുരാത്മാക്കൾ നമ്മളിലേക്ക് കയറിയാൽ പിന്നെ നമ്മുടെ ഈ പറഞ്ഞ രീതിയിലുള്ള സംഭവം നമ്മളുണ്ടാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം സർപ്പത്തെ പോലെ വിവേകളും പ്രാവുകളെ പോലെ നിഷ്കളങ്കമായിരുന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുവാൻ കിട്ടുന്ന ഈ അവസരം നമ്മൾ പ്രത്യേകം ഉപയോഗിച്ച് പ്രത്യേകം ശ്രദ്ധാപൂർവം. പ്രിയപ്പെട്ടവരെ, ഈ ക്ലാസ്സിന് ഏകദേശം എൻ്റെ ക്ലാസ്സുകളൊക്കെ ഏകദേശം അതിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരികയാണ്. ഏതാനും ചില മാസങ്ങൾ കൂടിയൊക്കെ മാത്രമേ ഒരുപക്ഷെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കാരണം ഇതിന് സാമ്പത്തിക ബാധ്യതയുള്ള പ്രശ്നങ്ങളുണ്ട്. മറ്റൊന്ന് ക്ലാസ് ഒരു പ്രത്യേക രീതിയിൽ അതിൻ്റെ വെളിപാട് ഗ്രന്ഥം അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ക്ലാസ് കൂടി നിങ്ങൾക്ക് തരാനുണ്ടാവുകയുള്ളൂ. അങ്ങനെ ചിലപ്പോൾ 2-3 മാസങ്ങൾ കഴിയുമ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ ഞാൻ ഈ മീഡിയ എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ മാത്രമായിട്ട് ആശ്രയിക്കേണ്ട അവസ്ഥ വരും. വിശുദ്ധ ഗ്രന്ഥം എടുക്കുക, വായിക്കുക, മറ്റൊന്നും നമുക്കൊന്ന് ഇടത്തോട്ട് വലത്തോട്ട് നോക്കാനില്ലാത്ത അവസ്ഥ വരും പ്രിയപ്പെട്ടവരെ. അതിനാൽ കേൾക്കുന്ന വചനങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക. ഇത് നിങ്ങൾക്ക് ഇത് പകർത്തി വെക്കാവുന്ന സാധനം ഒരു റെക്കോർഡൊക്കെ ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ അതിനകത്തേക്ക് ആക്കി പകർത്തി വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഇതൊന്നുമില്ലെങ്കിലും ഈ വിശുദ്ധ ഗ്രന്ഥം എടുത്തു വെച്ച് ദിവസവും വായിക്കുക. ഈ ക്ലാസ്സിനോടനുബന്ധിച്ച് വചനം വായിക്കുമ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെയാണല്ലോ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ തീഷ്ണത, കൂടുതൽ ജ്വലനം, യേശുവിനെ കൂടുതൽ സ്വീകരിക്കാനുള്ള താല്പര്യവും ആത്മീയ കാഴ്ചപ്പാട് നമുക്കുണ്ടാകുന്നു. അതിനുള്ള പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയിട്ടും കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധി പ്രാപിക്കുന്നതിന് വേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കുമാറാകട്ടെ. അതിനെ കർത്താവായ യേശു നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.